രാവിലെ തന്നെ എൻ്റെ വാട്സപ്പിലേക്ക് എന്തൂട്ടാ അയച്ചേക്കണത്? അത് ഇന്നാളെ ബട്ടപ്പറമ്പിൽ ഒരു ഉസ്താദ് മതപ്രസംഗം പറയാൻ വേണ്ടി വന്നില്ലേ? ആ ആ ഉസ്താദിന്റെ ചില ആഗ്രഹങ്ങളത്. നമുക്കിപ്പോ ഈ താടിയും വെച്ച് ഈ സുന്നത്തും അനുസരിച്ച് ഈ വലിയ ഷാള് വിട്ട് തൊപ്പിയിട്ട് നടക്കേണ്ട കാര്യമില്ല. നമുക്കെന്താ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാ? നമുക്കെന്താ ഒരു പെണ്ണിനെ ചുംബിക്കാൻ കൊതിയില്ലാത്തത് കൊണ്ടോ? നമുക്കെന്താ വ്യഭിചരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടോ? അള്ളാഹുവിനെ പേടിച്ചിട്ടെല്ലാം നമ്മൾ മാറ്റി നിർത്തുന്നു. എന്തിന്? ആഖിറത്തിൽ നമുക്ക് അള്ളാഹു അത് തരുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ. അതെ അതെ, ആഗ്രഹങ്ങളൊക്കെ നല്ലതാ. പക്ഷെ അതിന്റെ കൂടെ അള്ളാന്റെ പേടിയും കൂടെ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെ വല്ല TG രവി ആയിട്ട് മാറും ഈ ഉസ്താദ്. ജബ്ബാർ മാഷിനെ കുറിച്ച് ഏതാണ്ട് ഒരു ഉസ്താദ് ഔക്യാദി പറഞ്ഞു, ഇല്ലായ്മ പറഞ്ഞു എന്നൊക്കെ പറയണ കേട്ടില്ല. എന്താ വിഷയം? അതെ, ഇവിടെയുള്ള എക്സ് മുസ്ലിങ്ങളാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളെയൊക്കെ നശിപ്പിക്കണമെന്നാണ്, ജബ്ബാർ മാഷാണ് നശിപ്പിക്കണമെന്നാണ് ഈ ഉസ്താദിന്റെ വാദം. ഒന്ന് സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതും ഈ എക്സ് മുസ്ലിംസ് വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. പൂർലിംഗങ്ങൾ അതിലൊന്നു മാത്രമാണ്. ഇവരെ പറയും ആ പ്രചരണം ഇവിടെ കാര്യമായി കൊണ്ടുവന്നത് ഈ ജബ്ബാറാണ്. അദ്ദേഹമൊക്കെ ഇതിന് മാത്രം ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. മാപ്പിളാരെ സ്വർഗത്തിൽ ഇതായിരുന്നു, എവിടെ നോക്കിയാലും പാൽപ്പുഴ, എവിടെ നോക്കിയാലും തേൻപുഴ, എങ്ങോട്ട് നോക്കിയാലും പെണ്ണുങ്ങൾ, ഇങ്ങനെ ഒരു സഭയിൽ പറയാൻ പറ്റാത്ത സ്വർഗമാണ്. അതെ, എന്തെന്നാ പുള്ള ഈ ഐത്തമി ഉസ്താദ് പറയണത്? ഈ സ്വർഗത്തിനകത്ത് ഈ മദ്യപ്പോയും പാലിൻ്റെ പോയും തേനിൻ്റെ പോയൊക്കെ ഉള്ളതല്ലേ? അവിടെ ഉള്ളതല്ലേ? അത് കിതാബിലുള്ളതല്ലേ? എന്നിട്ട് ഇങ്ങേരിപ്പോൾ ഇതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങേരിപ്പോൾ കാപ്പറാവും പോലെ ഉണ്ടല്ലോ. എന്തിനാ വെറുതെ വിശ്വാസികൾ സങ്കടപ്പെടുത്തില്ലേട്ടാ? ഇതൊക്കെ അവിടെ ഉണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ നോമ്പ് പിടിക്കുന്നതും സക്കാത്ത് കൊടുക്കുന്നതും നിക്കരിക്കുന്നതും ഒക്കെ. തന്നെ നിങ്ങൾക്കറിയാവാ? എങ്ങനെ ദേഷ്യപ്പെട്ട് പോവല്ലേ? നിങ്ങളവിടെ സമാധാനം ഉണ്ടാക്കാം. ഇങ്ങനെ കാര്യം ഇതുപോലൊരു സ്വർഗക്കൊതിയായി. ഒരു ചായയും ഒരു ഓംലേറ്റും തരും. ഓംലേറ്റ് ഉണ്ടാക്കാൻ ഇക്ക അവിടെ ഇല്ലല്ലോ മോനെ. ഇക്ക എവിടെ പോയിത്താ? ഇത്രയും നേരം ഇവിടെ ഇരുന്ന ഐത്തമി ഉസ്താദിന്റെ പ്രസംഗം മൊബൈലിൽ കേട്ടോണ്ടിരുന്നതാ. എന്നിട്ട് എന്ത് പറ്റി പെട്ടെന്ന്? ആ ഉസ്താദിന്റെ ആ പ്രസംഗത്തിനകത്ത് മദ്യപ്പോയില്ല, ഹൂറിമായൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ ആ മൊബൈലിൽ ഇതേവിടെ എടുത്തിട്ട് ഒരൊറ്റ പോക്കാ. ഇനി നിസ്കരിക്കാനും പോകണില്ല എന്നാണ് പറഞ്ഞത്. കാരണം നിസ്കരിച്ചിട്ടും കാര്യമില്ല, കാരണം അവിടെ മദ്യപ്പോയും പാലിൻ്റെ പോയും ഹൂറിമാരൊന്നും ഇല്ല എന്നാണ് ഐത്തമി ഉസ്താദ് പറഞ്ഞത്. അത് കാരണം ഇവിടുന്ന് പിണങ്ങിപ്പോയത്. ഞങ്ങോട്ട് പോയാ ഇത്തൊരു കാര്യം ചെയ്താ, ഈ ഉസ്താദിനെ പ്രസംഗം കേൾപ്പിച്ചു കൊടുത്താൽ മതി. ഇത് കേട്ട് കഴിഞ്ഞാൽ പള്ളിയിലൊക്കെ പൊക്കോളും, ആ പിണക്കൊക്കെ മാറിക്കോളും. അതേതാ മോനെ? ഇതൊന്ന് വെച്ച് കൊടുത്തു നോക്കിയെത്താ. ഞാൻ നമ്മൾ കേട്ട് നോക്കട്ടെ എന്നാ. ഈ ഉസ്താദ് പറയണ സ്വർഗത്തിലെങ്കിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടായാൽ മതിയായിരുന്നു. ഇപ്പം മദ്യപ്പോയും സർവ്വസാധനവും ഇല്ലെങ്കിലും അങ്ങനെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് വെച്ചവനത്. തരുണിമണികൾ, സമപ്രായക്കാരികളായ സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ. കിഴവികളായ പെണ്ണുങ്ങളാണെങ്കിൽ സ്തനം ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവും. മാറിടം ഒടിഞ്ഞു തൂങ്ങിയ പെണ്ണുങ്ങളല്ല, സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങള്. സമപ്രായക്കാരികളായ സഹോദരിമാർ ആദ്യമായി അവരുടെ സൗന്ദര്യം വിശുദ്ധ ഖുർആൻ ഒരുപാടിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒറ്റ പദത്തിലാണത് മനസ്സിലാക്കി തന്നത്, ഖവാഇബ, സ്തനങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാർ എന്നാണ് അല്ലാഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയത്. ഇത് കേട്ടിട്ട് വലിയ കുഴപ്പമില്ല മോനെ. ഇക്കാക്ക് ഇഷ്ടാവുന്ന തോന്നണത്. എന്തായാലും ഇക്കാനെ അങ്ങോട്ട് വിളിക്കാൻ നോക്കല്ലേ. മനുഷ്യനെ ദേ ഇങ്ങോട്ട് വന്നേ, ഇതൊന്ന് കേട്ട് നോക്കിയേ. വേണ്ട, നമുക്ക് ബാധ കേൾക്കണ്ട. അതല്ല, ഈ ഉസ്താദ് പറയണ സ്വർഗത്തിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഐത്തമി ഉസ്താദ് പറയുമ്പോഴല്ല, നിങ്ങൾ ഇങ്ങോട്ട് ബാ, സമാധാനപ്പെടാ. സർവ്വസാധനം ഉണ്ടെന്നാണ് ഉസ്താദ് പറയണത്. എന്നാൽ ഇച്ചിരി ഒച്ച കൂട്ടി വെക്കുവാനെ. അത് ഒട്ടയൊത്ത് നീങ്ങിയാൽ എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണിത്. നിങ്ങൾ കേൾക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ ഒരു ദീർഘമായ ഹദീസാണ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനവറുകൾ പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ഒരിക്കൽ ചോദിച്ചു, ഖാലത്ത് ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്,
അള്ളാഹുവിന്റെ തിരുദൂതരെ അഖ്ബിർനി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, അൻ ഖൗലില്ല, പടച്ച റബ്ബിന്റെ വാക്കെനിക്ക് വിശദീകരിച്ചു തരണം. വഹൂറുൻ ഐൻ, ഹൂറുൻ ഐൻ എന്ന് അള്ളാഹ് പറഞ്ഞല്ലോ, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഹൂർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഐൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു. ഖാല ഹൂറുൻ ബീൽ, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഹൂർ എന്ന് പറഞ്ഞാൽ വെളുവെളുന്നനെ വെളുത്ത പെണ്ണുങ്ങൾ എന്നാണ്, നല്ല തിളക്കമുള്ള സഹോദരികൾ എന്നാണ്. ഐൻ എന്ന് പറഞ്ഞാൽ ളിഹാമുൽ ഉയൂൻ, കൺതടാകം വിശാലമായ, കൺതടാകം വിശാലമായ കണ്ണഞ്ചിപ്പിക്കുന്ന കണ്ണുകളുള്ള നല്ല തിളക്കമുള്ള പെണ്ണുങ്ങളെന്നാണ് ഹൂറുൻ ഐൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഉമ്മുസലമ വിട്ടില്ല, നബിയെ എനിക്ക് കുറച്ചും കൂടെ ചോദിക്കാനുണ്ട്. ഞമ്മക്കും പലതും ചോദിക്കാനുണ്ട്, പലതും അറിയാനുണ്ട്. ഇനിയിപ്പോൾ ഈ രണ്ട് ഉസ്താദുമാരും പറയണ പോലെ രണ്ട് സ്വർഗം ഉണ്ടെങ്കിലോ ചിലപ്പോ. അപ്പൊ പിന്നെ നരകൻ രണ്ടെണ്ണം വേണ്ടേ? എന്നല്ലേ ശരിയാവുള്ളൂ. അത് നേരാണല്ല. അല്ലടിയാമിന, ഞമ്മക്കൊരു സംശയം. അപ്പം മദ്യപ്പോയും പാലിൻ്റെ പോയ ഇതൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ ഒന്ന് കുളിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ? മനുഷ്യ, നിങ്ങൾ ഈ കാണിക്കണതൊക്കെ ഷിർക്കാട്ടോ, ഷിർക്ക് ചെയ്യണവര് പിന്നെ സ്വർഗത്തിൽ ഒരിക്കലും പോകില്ല എന്ന ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഉസ്താദ് പറഞ്ഞ കേട്ടോക്കെ, ഷിർക്കിനെ കുറിച്ച് പറയണമെന്ന് കേട്ടോക്കെ, എന്നിട്ട് നോക്കിയും കണ്ടും സംസാരിക്കുക. നിങ്ങളൊന്ന് കെലിമ ചൊല്ലിക്കുക, അതാ നല്ലത്. ഈ പ്രസംഗം ഒന്ന് കേട്ടോക്കെ ഉസ്താദിന്റെ ഷിർക്കിനെ കുറിച്ചുള്ളത്. നിങ്ങൾ അല്ലാഹുവിന്റെ വാക്ക് എനിക്ക് വിശദീകരിച്ചു തരണം. ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, സൂറത്തുർ റഹ്മാനിന്റെ 70-ാമത്തെ ആയത്ത്. ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, അവരുടെ കൂട്ടത്തിൽ ഖൈറാത്തുൻ ഹിസാൻ, നല്ല സ്ത്രീകളുണ്ട്, സുന്ദരികളായ സ്ത്രീകളുണ്ട്. ഈ വാക്കിന്റെ അർത്ഥം ചോദിച്ചപ്പോ ഹബീബ് പറഞ്ഞു, ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ ഖൈറാത്തുൽ അഖ്ലാഖ്, സൽ സ്വഭാവികളായ പെണ്ണുങ്ങള്. ഹസന ഹിസാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഹിസാനുൽ വുജൂഹ്, മുഖം കണ്ടാൽ നല്ല സുന്ദരികളാണവർ, സുന്ദരികളായ പെണ്ണുങ്ങൾ. ഇതാണ് ഖൈറാത്തുൻ ഹിസാൻ. പിന്നെയും ചോദിച്ചു, നബിയെ അല്ല, എനിക്ക് വേറെ ഒരു കൺഫ്യൂഷനും കൂടെയുണ്ട് നബിയെ. ഈ പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു അത്ഭുത രൂപത്തിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, കഅന്നഹുന്ന ബൈദും മഖ്നൂൻ. പറഞ്ഞത് എന്താ നബിയെ? കഅന്നഹുന്ന ബൈദും മഖ്നൂൻ, അവർ തൊലിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട കോഴിമുട്ട വെള്ള പോലെയാണ്. ഇതൊക്കെ കോഴിമുട്ടയൊക്കെ നല്ലതാ, പക്ഷെ കോഴിമുട്ട ചീഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര നാറ്റായിരിക്കും, ഒരുതരം വൃത്തികെട്ട നാറ്റം. മനുഷ്യ, എന്താടിയാമിന, നിങ്ങളിപ്പോൾ ബളി വിട്ടില്ലേ കുശു? പോയി ഒതു കൊടുക്കുക, ഒതു പറഞ്ഞു പോയി ഒതു കൊടുക്കുക. എന്നാൽ നമ്മൾ പോയി ഒന്നു കൊടുത്തിട്ട് വരാം. അത് വെക്കണോട്ട് ബാക്കി നമുക്ക് കേൾപ്പിച്ചു തന്നോട്ടാ. വെക്കാം, നിങ്ങളെങ്ങനെ തിരക്ക് പിടിക്കല്ലേ. അല്ലടിയാമിന, നമുക്ക് പിന്നെ ഒരു സംശയം. ഈ ബളിപിടലും ഉതുകൊടുക്കലും തമ്മിൽ എന്താ ഒരു ബന്ധമുള്ളത്? ബളി ഉതുവും തമ്മിൽ നല്ല ബന്ധമുണ്ട്, നല്ല അക്ഷരത്തിന് നല്ല ചേച്ചുണ്ട്. ഉതുവിൻ്റെ വള്ളി മാറ്റിയിട്ട് കഴിഞ്ഞാൽ ബളിയായി, അത് തന്നെ.